ഹായ്, നമുക്ക് ചിക്കൻ വെച്ചിട്ട് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കട്ടോ. ചിക്കൻ ബോണ്ട അത് കുറഞ്ഞ സമയം മാത്രം മതിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതാ ഞാനൊരു 300 ഗ്രാം ചിക്കൻ ഈ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, 1 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്, കുറച്ചൊരു ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 വിസിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതങ്ങനെ വേവിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ചിക്കനും പൊട്ടറ്റയും കൊണ്ട് വേറെ വേറെ ആക്കി എടുക്കട്ടെ. എന്നിട്ട് ചിക്കനൊന്ന് കൈ കൊണ്ട് പിച്ചെടുക്കണം. പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു സവാള, മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. സവാള അത്യാവശ്യം ഒന്ന് വഴന്ന് വരണം കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് ഇത്. ഇനി ഇതിലേക്ക് കുറച്ചൊരു പൊടികൾ ചേർത്ത് കൊടുക്കട്ടെ. നമ്മൾ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കുമ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ മാത്രം മതിട്ട് മുളക് പൊടി. ഒരു 3/4 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കട്ടെ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ച പൊട്ടറ്റോ ചേർത്ത് കൊടുക്കട്ടെ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കട്ടെ. മല്ലിയില കൂടുതൽ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കട്ടെ. ഒരു 3/4 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, കശ്മീരി മുളക് പൊടിയാണ്, കുറച്ചൊരു ഉപ്പ്, പിന്നെ ഒരു നുള്ളി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കട്ടെ. ഒരുപാടങ്ങ് ലൂസായി പോകരുത് ഈ ബാറ്റർ. ഈ എണ്ണ ചൂടായി വരുമ്പം ഒരു ടേബിൾ സ്പൂൺ ഈ ബാറ്ററൊക്കെ ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും. നിങ്ങളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടോ. സാധാരണ ഉണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ബോണ്ട കുട്ടികളൊന്നും അധികം കഴിക്കില്ല. പക്ഷേ ഈ ഒരു ബോണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.